ഹലോ, ധനിക വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് കൊടുക്കൂ ഞാവേ. ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേക ഒരു സന്തോഷമുണ്ട്. അതെ, എന്താന്നുള്ളത് ഇപ്പോൾ ഞങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതിനിടക്ക് കുഞ്ഞാവേ ഇവിടെ എന്നാ തിന്നുന്ന കുഞ്ഞാവേ? എന്നാ തിന്നണേ? കാണിച്ചു കൊടു. എന്നാ അത്? നെല്ലിക്ക. എന്നാ കൂട്ടിയാ തിന്നുന്നേ? ഉപ്പുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് എല്ലാവരുടെയും ഒരു ആഗ്രഹം നമുക്ക് നിറവേറിയിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആദ്യം വ്യൂസ് വേണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ ഒരു സാലറി കിട്ടിത്തുടങ്ങണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. വീഡിയോ ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതുവഴി വരുമാനം കയറാൻ ഇച്ചിരി താമസമുണ്ട്. നമുക്ക് കൂടുതലും വരുമാനം കയറിക്കൊണ്ടിരിക്കുന്നത്. ഷോർട്ട് വീഡിയോസിലാണ് കൂടുതലും വ്യൂസ്. കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കങ്ങനെ ലോങ് വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം, ഓൺ വോയിസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം കൊച്ചിനെ നോക്കാൻ, അങ്ങനെ കൊച്ചിനെ വെച്ചോണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ചേട്ടായിക്ക് വേറെ വർക്കുണ്ട്. അപ്പോൾ വർക്കിനൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് കിട്ടുന്ന ടൈമിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം വീഡിയോ ഓരോ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്കതിന് കുറച്ച് സമയം എടുക്കേണ്ടി വരും. കാരണം വീഡിയോ നമ്മൾ എടുത്താലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യണം. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ചിലപ്പോൾ ചേട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനായിരിക്കും. അപ്പോൾ നമ്മൾ ചേട്ടയുടെ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനകത്ത് എഡിറ്റ് ചെയ്യാനും ഒക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ടൈമേ പറ്റത്തുള്ളൂ. വാങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് നേരത്തെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ എനിക്ക് EMI നോക്കിയപ്പോൾ EMI കിട്ടിയില്ല. EMI ഇവളുടെ പേരിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവൾ എന്നോടൊരു കാര്യം പറഞ്ഞു, പുതിയ ഫോൺ എടുത്ത് തരാം, പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ അത് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമായിരുന്നു. അപ്പം ആ സമയത്തൊന്നും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിൽ ഞാൻ ആ ടൈമിൽ യൂട്യൂബ് ചാനലിൽ എപ്പോഴും യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടോട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എപ്പോഴും അതിങ്ങനെ കണ്ട് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഇത് വീഡിയോ ചെയ്യുന്നത് നല്ല രസം. ഓരോരുത്തർ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കും ചെയ്താലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ ഇതിൽ നിന്ന് പൈസ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൊക്കെ വരുന്നത് ഇപ്പോഴാണ്. നമുക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ യൂട്യൂബ് ചാനൽ പതുക്കെ തുടങ്ങി, ചെറിയ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി പൈസ കയറി തുടങ്ങിയോ. അന്നേരമാണ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. പൈസ നമ്മളൊരു രസത്തിന് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ എത്തുമെന്നോ, അത്യാവശ്യം ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിനുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മളെ കാണുമ്പോൾ ഇപ്പോൾ വീഡിയോസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് പേര് നമുക്ക് എന്താണ് നെഗറ്റീവ് പറയുമല്ലോ. അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. കാരണം എന്തൊരു ചെറിയ കാര്യം എടുത്താലും അതിനകത്ത് നെഗറ്റീവ് പറയുന്നവരും കാണും, പോസിറ്റീവ് പറയുന്നവരും. അപ്പോൾ ആ ഒരു സെൻസിലേ നമ്മളത് എടുത്തിട്ടുള്ളൂ. നമ്മളതങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ടൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ അതിനകത്ത് ഈ പോസിറ്റീവ് പറഞ്ഞവർക്ക് നെഗറ്റീവ് പറഞ്ഞവർക്കും ഒക്കെ ഒരുപോലെ ഞങ്ങൾ താങ്ക്സ് പറയുക. നെഗറ്റീവ് പറഞ്ഞു, പോസിറ്റീവ് പറഞ്ഞു, എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞവർ നിങ്ങളത് ശരിയായില്ല അല്ലെങ്കിൽ ശരിയായിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇപ്പോൾ അവർ ചിലപ്പം പോസിറ്റീവായിട്ടാണ് പറയണമെന്ന് വെച്ചോ, എങ്കിൽ പോലും ചിലപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സങ്ങോട്ട് ഡൗൺ ആയിക്കഴിഞ്ഞു പിന്നെ അവർക്കത് ചെയ്യാൻ തോന്നത്തില്ല എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യും. നമുക്ക് ഒരു ഫീൽഡ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ആരെയും നോക്കുന്നില്ല. ചുമ്മാ ചെയ്തു തുടങ്ങിയ പക്ഷേ ഇപ്പോൾ വരുമാനമായി. ആദ്യത്തെ വരുമാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമായിട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആരെങ്കിലും ചോദിക്കുമ്പോഴായാലും പറയാലോ, നമ്മളെ കാശായാലും കിട്ടി, ഇത്രയാളും കോപ്രായം കാണിച്ച് ഇതിനാന്നായാലും പറയാം. പിന്നെ ഇതിനിടക്ക് കുറേ പേര് നമ്മൾ ചുമ്മാ ചെയ്യുന്നതാ, നമുക്ക് വെറുതെ വട്ടായിട്ട് ചെയ്യുന്നതാ, പൈസ കിട്ടുന്നൊന്നുമില്ല, അതൊക്കെ ചുമ്മാതെയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മുടെ എന്ന് വെച്ചാൽ നമ്മളോട് നേരിട്ട് പറയുന്നതല്ല കേട്ടോ. നമ്മളിങ്ങനെ മറ്റുള്ള ആൾക്കാരോട് ചെന്ന് പറയുന്നു, ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പറയുന്നതൊക്കെ അതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അതൊന്നും നമുക്കതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഞങ്ങൾ വീഡിയോ എടുക്കണത്, ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ഷോട്ട് എടുക്കണത് കൊച്ചിനെ കൈ വെച്ചോണ്ടായിരിക്കും. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആണ്. അപ്പം ഞങ്ങളുടെ കയ്യിൽ ക്യാമറയോടൊപ്പം കൊച്ചിനെ കൂടെ പിടിച്ചോണ്ട് ഞങ്ങൾ ഇത് വീഡിയോ എടുക്കും. നമ്മൾ ഓൺ വോയിസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളിക്കാരി കിടന്ന് ഒച്ച എടുക്കണുണ്ടായിരിക്കും. അപ്പോൾ പുള്ളിക്കാരിനെ ഒന്ന് സൈലന്റ് ആക്കാൻ എന്തെങ്കിലും കയ്യിൽ കൊടുക്കും. അല്ലെ ഇതിപ്പോൾ തന്നെ മിണ്ടാതിരിക്കുന്നത് തടിവത്തൊക്കെ കഴിക്കണം. ഒരുപാട് പേര് പറയുന്നുണ്ട് എടുത്തത് ശരിയായില്ല, അങ്ങനെ ശരിയാ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിനെ കൈവച്ചാണ്ടാണ് നമ്മൾ
വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചില ആംഗിളുകളൊക്കെ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടാതെ വരാറുണ്ട്. പിന്നെ ഫോണിലാണ് നമ്മൾ എടുക്കുന്നത്, അപ്പോൾ ക്ലാരിറ്റിയുടെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നാണേലും ഇത് ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ചുമ്മാ ഒരു രസത്തിന് തുടങ്ങി, ഇതാ അവസാനം യൂട്യൂബ് വരുമാനം വരെ വന്നിട്ടുണ്ട്. പക്ഷേ വരുമാനം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി ഒരുപാട്. അതെ, എന്നോട് പറഞ്ഞ ഒന്നും തരികയെന്നാ പറഞ്ഞത്. അത് ചുമ്മാതാട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അത് പോസിറ്റീവ് പറഞ്ഞവർക്ക് നെഗറ്റീവ് പറഞ്ഞവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെയല്ല, ഞാനായാലും നമ്മള് ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരിതായിരുന്നു. പണ്ട് തൊട്ടേ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാറില്ല. അങ്ങനെ വന്നു നമ്മളിപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിലാകുന്ന അതിൻ്റെ നാണയൊക്കെ മാറി വരുന്നുള്ളൂ എൻ്റെ ഇത്. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് ഇനി അഭിനയിക്കും, നല്ല രീതിയിൽ അഭിനയിക്കണം. ഞങ്ങൾ അതേപോലെ ചില സ്ക്രിപ്റ്റുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്ന ആദ്യം തന്നെ ഒരു നല്ലൊരു, അതായത് ബഡ്ജറ്റ് പറഞ്ഞ ഒരു ക്യാമറ എടുക്കണം എന്നാണ് ഞങ്ങളുടെ വിചാരിച്ചേക്കുന്നത്. കാരണം നമ്മളോട് പലരും പറഞ്ഞു നമ്മുടെ ഷോട്ട് ഒക്കെ ഇച്ചിരി കൂടെ ഓക്കെ ആവണമെങ്കിൽ നല്ല ക്യാമറയിലൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ക്യാമറയൊക്കെ എടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ. അപ്പം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോസൊക്കെ ഇടും, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പം അതേ കുഞ്ഞാവനെ ഞങ്ങൾ ചില വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തി. കുഞ്ഞാവയുടെ മൂഡ് അനുസരിച്ചിരിക്കും. ചില സമയത്ത് കുഞ്ഞാവ പങ്കെടുക്കും, ചില സമയത്ത് പങ്കെടുക്കത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന നമ്മൾ വീഡിയോസ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഡിലേ ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. അതെ, ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം നമ്മളെ ആൾക്കാർ കളിയാക്കത്തേ ഉള്ളൂ. ആരും നല്ല രീതിയിൽ നീ രക്ഷപ്പെടും, നീ സൂപ്പറായിട്ട് ചെയ്യും എന്നൊന്നും പറഞ്ഞ് നമ്മളെ ആരെയും സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോണം. ഇത് കണ്ടിട്ട് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ വേറെ ഞാൻ പറയുന്നത് നമ്മുടെ തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ പറയും നിർത്തിക്കോ, വട്ടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുക. നമുക്കും എന്തെങ്കിലും ഒരു കാലത്ത് ഉയർച്ച വരും. അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെന്നല്ല, ഞങ്ങളെ എപ്പോഴും കളിയാക്കി പറഞ്ഞവർക്കുള്ളൊരു മറുപടിയായിട്ട് ഞങ്ങൾക്ക് ഇതുപോലൊരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളെ കളിയാക്കിയവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഞങ്ങൾക്കൊരു സന്തോഷമായി, ഇത് കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമാവും. അതെ, പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ കൊടുക്കും ഞാൻ.